സൈനികരെ അസുഖങ്ങളും അപകടങ്ങളും മൂലം ആയിരക്കണക്കിന് ആളുകൾ അനുദിനം മരിക്കുന്നു. അതിന്റെ എത്രയോ മടങ്ങ് പേർക്ക് ഗൗരവമായ പരിക്കുകൾ സംഭവിക്കുന്നു. ശരിയായ പ്രഥമ ശുശ്രൂഷ ലഭിച്ചിരുന്നെങ്കിൽ ഇതിൽ വലിയൊരു ഭാഗം തടയുവാനോ തീവ്രത കുറയ്ക്കുവാനോ സാധിക്കുമായിരുന്നു. ഒരാൾ അബോധാവസ്ഥയിൽ വീഴുന്നതിന് അല്ലെങ്കിൽ അവശനിലയിലാകുന്നതിന് ഇടവരുത്തിയേക്കാവുന്ന ചില കാരണങ്ങളാണ് കഴിഞ്ഞ 3 വീഡിയോകളിൽ വിശദീകരിച്ചത്. അവ കാണാത്തവർ അവ തീർച്ചയായും കാണണം. IMAയുടെ യൂട്യൂബ് ചാനലിൽ അവ ലഭ്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരാൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി മുതൽ വിശദീകരിക്കുന്നത്. ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടാൽ ദൃക്സാക്ഷിയാകുന്നയാൾ ആദ്യം ചെയ്യേണ്ടത് സ്ഥലം സുരക്ഷിതമാണോ എന്ന് നോക്കുകയാണ്. അതായത് സീൻ സേഫ്റ്റി ഉറപ്പുവരുത്തണം. സ്ഥലം അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്തേണ്ട പരിസരം സുരക്ഷിതമല്ലെങ്കിൽ അത് രക്ഷാപ്രവർത്തനം നടത്തുന്നയാൾക്കും രോഗിക്കും ഒരേപോലെ അപകടങ്ങൾ വരുത്തി വെക്കാവുന്ന സ്ഥിതിയായിരിക്കും. ഇതിനെന്താണ് പ്രതിവിധി? സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കുകയോ അതല്ലെങ്കിൽ രോഗിയെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള പ്രതിവിധി. വൈദ്യുതി ആഘാതമേൽക്കുന്നതായിരിക്കാം ഒരു പക്ഷേ കുഴഞ്ഞു വീഴുവാൻ കാരണം. ഈ അവസരത്തിൽ രോഗിയെ സ്പർശിക്കുന്നതിലെ ആപത്ത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സ്വിച്ച് ഓഫാക്കിയോ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമോ മാത്രമേ രോഗിയെ സ്പർശിക്കാവൂ. ചിലപ്പോൾ വിഷവാതകങ്ങൾ ശ്വസിക്കുന്നതായിരിക്കാം അബോധാവസ്ഥയ്ക്ക് കാരണം. പാചകശാലകളിൽ ജോലി ചെയ്യുന്നവർക്കും ഖനികളിൽ ജോലി ചെയ്യുന്നവർക്കും ഓടകൾ വൃത്തിയാക്കുന്ന ശുചീകരണ തൊഴിലാളികൾക്കും ഇത് സംഭവിക്കാം. സംഭവ സ്ഥലത്ത് നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയ ശേഷമാണ് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ തുടരേണ്ടത്. കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിലേക്കോ കെട്ടിടത്തിലേക്കോ അതിൽ കുടുങ്ങിയിരിക്കുന്നവരെ രക്ഷിക്കാൻ ഓടിക്കയറിയാൽ ഒരുപക്ഷെ നമുക്ക് പുറത്തു കടക്കാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. നാം കത്തിച്ചാമ്പലാകാനും ഇടയുണ്ട്. ഇത് ഒരിക്കലും സംഭവിക്കരുത്. ഇവിടെ അഗ്നിശമന സേനയുടെ സേവനം ലഭിക്കാനുമാണ് നാം ശ്രമിക്കേണ്ടത്. വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് കൈകാലുകളിലോട്ട് അടിച്ചൊഴുകി വരുന്ന ഒരു വ്യക്തിയെ രക്ഷിക്കാനായി നമ്മുടെ കൈ വാല് നീട്ടി കൊടുക്കരുത്. അയാൾ നമ്മളെ വെള്ളത്തിലേക്ക് വലിച്ചിട്ടേക്കാം. അങ്ങനെ ഒരു അവസരത്തിൽ ഒരു കുടയോ ഒരു വടിയോ ഒരു ഷാളോ നീട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്രഥമ ശുശ്രൂഷ ആരംഭിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, അപകടം നിലച്ചിരിക്കാതെ ഉണ്ടാവുന്നതാണ്. അത് ഒരുപക്ഷെ ഉണ്ടാവുന്ന ഒരു തൊഴിലിടങ്ങളിലാവാം, അല്ലെങ്കിൽ വാഹനങ്ങൾ ശരവേഗത്തിൽ ചീറിപ്പായുന്ന റോഡുകളിലാവാം. അവരെയൊക്കെ രക്ഷപ്പെടുത്താനുള്ള ആവശ്യകത വളരെ കൂടുതലാണ് താനും. അവരെ രക്ഷപ്പെടുത്താനുള്ള അത്യാവേശത്തിൽ, ആ ത്വരയിൽ നമ്മൾ പലപ്പോഴും പത്രങ്ങളൊക്കെ വായിക്കാനുണ്ട്, രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ആളുകൾക്കും അപകടം പറ്റി മരണമടഞ്ഞു എന്നൊക്കെ പത്രങ്ങളിൽ വായിക്കാനുണ്ട്. അത് വളരെ ദാരുണമായ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു അപകടം പറ്റിയാൽ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് സീൻ സേഫ്റ്റി ആക്കുക എന്നുള്ളതാണ്. റെസ്ക്യൂവർ, അതായത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുടെ ജീവൻ ഒരിക്കലും അപകടപ്പെടുത്തിക്കൊണ്ടല്ല ഒരാളെ രക്ഷപ്പെടുത്തേണ്ടത്. ഉദാഹരണം, ഒരു റോഡിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന് വെച്ചാൽ അവിടെ പുറകെ വരുന്ന വണ്ടികൾ നമ്മളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവരെ ഇടിച്ചു വീഴ്ത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ റോഡിൽ ട്രാഫിക് തൽക്കാലത്തേക്ക് നിർത്തേണ്ടതുണ്ട്. ഹസാർഡ് വാർണിംഗ് ട്രയാങ്കിൾ എല്ലാ വണ്ടികളിലും ഉണ്ട്. അതുപയോഗിച്ച് റോഡിലെ ട്രാഫിക്ക് നമുക്ക് നിർത്താം. റിഫ്ലക്റ്റേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് പോലീസിൻ്റെ പൊതുജനങ്ങളുടെ സഹായം നമുക്ക് തേടാം. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റോഡിൽ ഓയിൽ കത്തിപ്പടരാൻ വളരെ സാധ്യതയുള്ളതാണ്. അതുണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും വൈദ്യുതി ലൈൻ ഇടിച്ച് വൈദ്യുതി ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള എല്ലാ കാര്യങ്ങളും നോക്കണം. ഈ കാര്യങ്ങളൊക്കെ നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് റെസ്ക്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, എനി റെസ്ക്യൂ ഓപ്പറേഷന് മുമ്പും റോഡ് ട്രാഫിക് ആക്സിഡന്റ് ആവട്ടെ, തൊഴിലിടത്താവട്ടെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓൾവേസ് ആൻഡ് ഓൾവേസ് സീൻ സേഫ്റ്റി. നമ്മുടെ രക്ഷപ്പെടുത്താൻ ആളുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് വേറൊരാളെ രക്ഷപ്പെടുത്തേണ്ടതായിട്ട് റെക്കമെൻഡേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ സീൻ സേഫ്റ്റിയാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ്. ഓരോരുത്തരും ഒരാളുടെ അപകടമുണ്ടായാൽ ചാടിക്കയറിപ്പോയി രക്ഷപ്പെടുന്നതിന് മുമ്പ് ഉറപ്പാക്കുക ആ സീൻ സേഫ് ആണ് എന്നുള്ളത്. വാഹന അപകടങ്ങൾ സംഭവിച്ച സ്ഥലത്ത് പെട്രോൾ, ഡീസൽ എന്നിവ കെട്ടിക്കിടക്കാൻ ഇടയുണ്ട്. ഒരു ചെറിയ അഗ്നിനാളം പോലും വലിയ ആപത്തുകൾ വരുത്തി വെച്ചേക്കാം എന്ന് അവിടെ എത്തുന്നവർ ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ വേനൽക്കാലങ്ങളിൽ നാം നിസ്സാരമായി വലിച്ചെറിയുന്ന ചെറിയ ഒരു ബീഡിക്കുറ്റിയോ സിഗരറ്റ് കുറ്റിയോ പോലും അഗ്നിബാധക്ക് കാരണമായേക്കാം. ഒരു രക്ഷാപ്രവർത്തകന് സ്ഥല സുരക്ഷിതത്വ അഥവാ സീൻ സേഫ്റ്റി ഉറപ്പാക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് ഇതുവരെ പറഞ്ഞത്. എന്നാൽ ഇതിന് അധിക സമയം ചെലവഴിക്കരുത്. 10 സെക്കൻഡ് സ്ഥല സുരക്ഷിതത്വ ഉറപ്പാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. ശരിയായ ജീവൻ രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രഥമ ശുശ്രൂഷയും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള
ജനങ്ങളിലേക്ക് അവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെ എമർജൻസി ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് അഥവാ അടിയന്തര ചികിത്സ പരിശീലനം ആരംഭിച്ചത്. സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവരുടെയും സന്നദ്ധ സംഘടനകളുടെയും ഭരണകൂടത്തിൻ്റെയും സഹകരണമുണ്ടെങ്കിൽ നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാം. നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം. ഇതിനായി IMA തയ്യാറാക്കുന്ന പുസ്തകങ്ങളും വീഡിയോകളും കഴിയുന്നത്ര ആളുകളിൽ എത്തിക്കുമല്ലോ. ഓരോ പൗരനും ഒരു ജീവൻ രക്ഷാപ്രവർത്തകൻ. പരിശ്രമിക്കാം നമുക്കൊന്നായി. തല സുരക്ഷിതത്വം ഉറപ്പാക്കാൻ 10-15 സെക്കൻഡ് മാത്രമേ ഉപയോഗിക്കാവൂ. അതിനുശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. രോഗി പ്രതികരിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എത്രമാത്രം പ്രതികരിക്കുന്നുണ്ട് എന്ന് നോക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ ചെയ്യണമെന്ന് അടുത്ത വീഡിയോയിൽ വിശദമായി പറയാം.